റെയ്ഡ്, അറസ്റ്റ്, ഡിപ്പോർട്ടേഷൻ ഫ്ലൈറ്റ്സ്. ഇത് നമ്മൾ അമേരിക്കയുടെ കാര്യമല്ല പറയുന്നത്, UK കാര്യമാണ്. ഇത്രയും നാൾ നമ്മൾ കണ്ടത് വെറും ടീസർ മാത്രമായിരുന്നു. അതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് UK ഇപ്പോൾ രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ധാരാളം വീഡിയോകളാണ് ഇപ്പോഴും പുറത്ത് വരുന്നത്. UK നിന്നും വൻ ഡിപ്പോർട്ടേഷൻ നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അമേരിക്കയിൽ ട്രംപ് വന്നതിന് ശേഷം ധാരാളം ഡിപ്പോർട്ടേഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് UK ഇവിടെ താമസിക്കുന്ന ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിനെ ഡിപ്പോർട്ട് ചെയ്യാതെ UK ഗവൺമെൻറ്റിന് നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. Illegal immigrants being taken off a bus, made to climb the stairs of a plane with hands chained to the waist, all set to be deported to their country of origin. No, this video is not from the United States. In a first, it has been posted by the UK government in a declaration of the so-called UK-wide blitz. ഈ കഴിഞ്ഞ ജനുവരിയിൽ മാത്രം ഏകദേശം 828 റെയ്ഡുകളാണ് UK ഉടനീളം അവരിപ്പോഴ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ജാനുവരി 2024 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 38% വർധനമാണ് ഈ ഒരു റെയ്ഡുകളിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടന്നത്. ഈ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഏകദേശം 7 പേരെ അറസ്റ്റ് ചെയ്യുകയും 4 പേരോളം ആൾക്കാർ റിട്ടേൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. UK ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വലിയ ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഇത്രയും നാളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ട് അവർക്കിവിടെ താമസിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതേപോലെയുള്ള ഈ നെയിൽ ബാറുകൾ, വെയ്പ്പ് ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, വെയർ ഹൗസുകൾ, കാർ വാഷുകൾ, ഇതേപോലൊക്കെ ഇല്ലീഗലായിട്ടുള്ള, അതായത് വിസയും അതേപോലെയുള്ള ഡോക്യുമെൻസുകളും ഒന്നും ഇല്ലാത്ത ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വലിയ രീതിയിലാണ് ഇപ്പോൾ റെയ്ഡുകൾ നടക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇന്ത്യക്കാരെ മാത്രമാണ് പിടിക്കുന്നതെന്ന്. ഇന്ത്യക്കാരെ മാത്രമല്ല, ഇതിൽ ഏഷ്യൻസ്, ആഫ്രിക്കൻസ്, യൂറോപ്യൻസ്, അതുപോലെ തന്നെ സൗത്ത് അമേരിക്കൻ പീപ്പിൾ, ഇങ്ങനെയുള്ള ധാരാളം ആൾക്കാരാണ് UK ഇപ്പോൾ ഇല്ലീഗലായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലോക രാജ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിലും ഇപ്പോൾ ഓസ്ട്രേലിയയിലും UK എല്ലാം ഈ ഒരു സെയിം സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. UK വലിയ വലിയ ടൗണുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരായിട്ടുള്ള ആൾക്കാർ അവർക്ക് ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ അവർ തെരുവിൽ ഇറങ്ങിയിട്ട് ഇതിനെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. കാരണം ഈ ഒരു സ്റ്റാർമർ ഗവൺമെൻറ് വന്നതിന് ശേഷം, അതായത് കഴിഞ്ഞ ജൂലൈ 2024 മുതൽ ഈ ഒരു ഡിസംബർ 2024 വരെ ഏകദേശം 23,000-ഓളം ആൾക്കാരാണ് ഈ ഒരു ഇംഗ്ലീഷ് ചാനൽ കടന്നുകൊണ്ട് UK കടന്നിരിക്കുന്നത്. നമുക്കറിയാം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കേസിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് പല ആളുകൾക്കും ഇതേപോലൊക്കെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് ഇവിടെ ലീഗലായിട്ട് താമസിക്കാനുള്ള അനുവാദം ലഭിക്കും. അത്രയും നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിവിടെ എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടലിലും അതേപോലെയുള്ള ജീവിത സൗകര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് ഫ്രീ ആയിട്ട് ഗവൺമെൻറ് കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെയുള്ള ബോർഡറുകൾ വന്നിട്ട് കണ്ണുമടച്ചുകൊണ്ട് UK ഇവർ കടന്നു വരുന്നത്. മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇതുപോലെയുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇപ്പോഴും ബാൻ ചെയ്തിരിക്കുന്നു. അവരുടെ ഏറ്റവും പരമമായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ UK ആണ്. കാരണം സ്റ്റാർമർ ഗവൺമെൻറ് അവർ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഫ്രാൻസിൻ്റെ ഫ്രഞ്ച് തീരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഇതേപോലെയുള്ള ധാരാളം ആൾക്കാർ പെട്ടെന്ന് തന്നെ ഈ ഒരു ചെറിയ ബോട്ടുകളിൽ അവരുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് ഈ ഒരു ഇംഗ്ലീഷ് ചാനൽ കടന്നുകൊണ്ട് UK കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2024 വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 37,000-ഓളം ആൾക്കാരാണ് ഇതേപോലെയുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇംഗ്ലീഷ് ചാനൽ കടന്നുകൊണ്ട് UK എത്തപ്പെട്ടിരിക്കുന്നത്. ആ ഒരു ജൂലൈ മുതൽ ഡിസംബർ വരെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, അതായത് 23,000 ആൾക്കാരോളം ഇങ്ങനെ ഈ ഒരു ബോട്ടുകൾ, ചെറു ബോട്ടുകളിൽ
ഇംഗ്ലീഷ് ചാനൽ കടന്നുകൊണ്ട് UK എത്തിച്ചേർന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷി സുനക്കിൻ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് അവർ ഈ ഒരു റുവാണ്ട പ്ലാൻ പദ്ധതി അവർ ആവിഷ്കരിച്ചിരുന്നു. പക്ഷെങ്കിൽ സ്റ്റാർമർ ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതവർ സ്ക്രാപ്പ് ചെയ്തു. അപ്പോൾ ഇത് ഇല്ലീഗലായിട്ട് വരുന്ന ഇമിഗ്രൻസിനെ സംബന്ധിച്ചോളം അത് വലിയൊരു സന്തോഷ വാർത്തയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാർമർ ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരാണ് UK പെട്ടെന്ന് കടന്നു വന്നത്. ഈ ഒരു ജനുവരി മാസം വരെ ഏകദേശം 609 അറസ്റ്റുകളാണ് ഇതേപോലെയുള്ള വിവിധ റെയ്ഡുകളിൽ ഇപ്പോഴും നടന്നിരിക്കുന്നത്. ഏകദേശം 73% വർധനമാണ് കഴിഞ്ഞ ജനുവരി 2024 അപേക്ഷിച്ച് 2025 ജനുവരിയിൽ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു മാസ് ഡിപ്പോർട്ടേഷനും ഒരു മാസ് അറസ്റ്റും നടന്നെങ്കിൽ മാത്രമേ ഇവിടുത്തെ ജനങ്ങളുടെ പിന്തുണ കുറച്ചെങ്കിലും ഇവർക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്കറിയാം ഓൾറെഡി UK ഇപ്പോൾ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവർ വലിയ പ്രശ്നങ്ങൾ കൂടിയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. ഈ ഒരു സ്റ്റാർമർ ഗവൺമെൻറ് വന്നു കഴിഞ്ഞതിന് ശേഷം ഇതേപോലെയുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ ഒരു കുതിച്ചു ചാട്ടമാണ് UK ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള പാവം പിടിച്ച ആൾക്കാർ UK വന്നു കഴിഞ്ഞാൽ അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാമെന്നുള്ള ആ ഒരു നിയമത്തിൻ്റെ കൂടി പിൻബലത്തിലാണ് ഇതേപോലെയുള്ള ആൾക്കാർ UK വരുന്നതിന് അവർ കണ്ണടയ്ക്കുന്നത്. പക്ഷേ ഇങ്ങനെ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം അവർ തെരുവുകളിൽ കാണിക്കുന്ന തോന്നിവാസങ്ങൾ കാണുമ്പോൾ ഇവരെ പോലെയുള്ള ആൾക്കാർ കൂടുതൽ ആൾക്കാരും ക്രിമിനലായിട്ടുള്ള ആൾക്കാരാണ്. ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാർ അവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ UK ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടുന്ന് തുടച്ച് നീക്കിയില്ലാന്നുണ്ടെങ്കിൽ ബ്രിട്ടൻ്റെ കാര്യം അധോഗതിയിലാകും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ജനങ്ങൾ ഈ ഇതുപോലെയുള്ള തെരുവുകളിൽ ഇറങ്ങിയിട്ട് വലിയ പ്രതിഷേധം ഇപ്പോഴും നടത്തുന്നതും. ഇപ്പോൾ റിഫോം പാർട്ടി ഉദിച്ചതോടുകൂടി റിഫോം പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ഇല്ലീഗലായിട്ടുള്ള ഇതേപോലെയുള്ള ആൾക്കാരെ UK വെളിയിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു നൈജൽ ഫറേജിൻ്റെ പാർട്ടിക്ക് വലിയ രീതിയിൽ പിന്തുണ ഇപ്പോഴും ലഭിക്കുന്നത്. സ്റ്റാർമർ ഗവൺമെൻറ്റിലെ തന്നെ പല MP-മാരും അദ്ദേഹത്തിന് ഇപ്പോഴും പ്രഷറൈസ് ചെയ്യുന്നുണ്ട് ഇതിനെതിരെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇവിടെ നമുക്കറിയാം ഈ തോന്നിവാസം കാണിക്കുന്ന അല്ലെങ്കിൽ UK അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തിന് എതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ റൂളിനും റെഗുലേഷനും അല്ലെങ്കിൽ ഇവിടുത്തെ നിയമങ്ങൾക്കും എതിരെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്ന ആൾക്കാർ അവരിപ്പോഴും ഈ ബ്രിട്ടീഷ് സിറ്റിസൺ ആണെങ്കിൽ പോലും അവരെ പുറത്താക്കാനുള്ള പുതിയ നിയമങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നുള്ള സൂചനകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ ബ്രിട്ടീഷ് സിറ്റിസൺ ആണ് അല്ലെങ്കിൽ നമുക്ക് PR കിട്ടി നമുക്കിനി എന്ത് തോന്നിവാസവും കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഇനി ഇപ്പോഴിവിടെ നടക്കാനായിട്ട് പോകുന്നില്ല. കാരണം ഇനിയും വരുന്ന സമയങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഡിപ്പോർട്ടേഷൻ നടക്കാൻ പോകുന്ന ഒരു സമയമാണ് UK ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ഒരു മാസ് ഡിപ്പോർട്ടേഷൻ ഇതേപോലെയുള്ള ഇല്ലീഗലായിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതേപോലൊക്കെ ഇവിടുത്തെ നിയമങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഇവർ തുരത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് ലേബർ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം 19,000-ഓളം ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അവരുടെ നാടുകളിലേക്ക് തിരിച്ചയച്ചു എന്നുള്ളതാണ്. അതിൽ ഏകദേശം ഒരു 118 ഇന്ത്യക്കാരും ഉൾപ്പെട്ടിരിക്കുന്നു. 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അൽബേനിയക്കാരാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഏഷ്യൻസ്, ആഫ്രിക്കൻസ്, യൂറോപ്പിൽ നിന്നുള്ള ആൾക്കാർ, അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ UK ഇപ്പോഴേ ഇല്ലീഗലായിട്ട് നിൽക്കുന്നത്. ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കണക്കുകൾ ഇപ്പോഴും പുറത്തു വരുമ്പോൾ ഏകദേശം 7,45,000-ഓളം ഇതേപോലൊക്കെ യാതൊരു ഡോക്യുമെൻസും ഇല്ലാതെ അല്ലെങ്കിൽ ഇവിടുത്തെ വിസയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 7,45,000-ആണ്. ഇതിൽ 1,00,000-ഓളം വരും നമ്മളുടെ ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ UK താമസിക്കുന്നവരിൽ 1,00,000-ഓളം ആൾക്കാർ ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ആൾക്കാരാണെന്നുള്ള കണക്കുകൾ ഇപ്പോഴും പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ലീഗലായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടുന്ന അല്ലെങ്കിൽ വിസ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ വന്നിട്ട് മാന്യമായിട്ട് ജോലി ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്കാർക്കൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. കാരണം നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ 99% ആൾക്കാരും അവർ ലീഗലായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വിസയുള്ളവരാണ്. ഇവിടുത്തെ എക്കണോമിക്ക് വേണ്ടി അവർ വലിയ രീതിയിൽ
സംഭാവന ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ളതൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. പിന്നെ നമ്മളുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയിൽ നിന്ന് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ ഇവിടെ ഇല്ലീഗലായിട്ട് താമസിക്കുന്നത്. അപ്പോൾ അവരെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അവരെ പിടിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിന്നും ഡിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും വരും സമയങ്ങളിൽ വലിയ രീതിയിൽ ഇനിയിപ്പോൾ അടുത്ത മാസങ്ങളിലൊക്കെ വെച്ചാൽ ഇതേപോലെയുള്ള വലിയ റെയ്ഡുകളും അറസ്റ്റും ഡിപ്പോർട്ടേഷനും നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതൊക്കെ എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.